വാ കേറ്. ഒന്നെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാനിരിക്കുന്ന ഭർത്താവ് വന്ന് കാണും, അല്ലെങ്കിൽ മറ്റോമാരാരെങ്കിലും വന്ന് കാണും സങ്കടപ്പെടുത്താൻ. ഇനി നിന്നെ എന്തോ സങ്കടപ്പെടുത്താനാ? നീ ഒരിക്കലും രക്ഷപ്പെട്ട് പുറത്തു വരാതിരിക്കാൻ അവന്മാര് പൂട്ടാവുന്നതൊക്കെ പൂട്ടിക്കാണും. എന്നെ കൊണ്ടൊന്നും ഇവിടെ പൂട്ടിയില്ലേ? എന്റെ കുഞ്ഞുങ്ങള്, എന്റെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. അത് ശരിയാണല്ലോ. നിന്റെ കൊച്ചുങ്ങൾ ഇപ്പൊ എവിടെയാടി? നീ അതുങ്ങളെയും കൊണ്ട് പോയിട്ട് ആരുടെയോ കൂടെയൊക്കെയാ പൊറുതിന്ന് കേട്ടല്ലോ. ഏതോ പത്രക്കാരനോ വക്കീലോ ഒക്കെ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അവന്റെ കൂടെയാ പൊറുതിന്നൊക്കെയാ ഞാൻ കേട്ടത്. ഉള്ളതാണോടി? ഹാ, കൊണ്ട് നടന്ന് സംരക്ഷിക്കാൻ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ സംരക്ഷിക്കട്ടെടി. കൊച്ചുങ്ങളെ നോക്കട്ടെ. ഇനിയിപ്പൊ മുന്നും പിന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നാറിയ പിന്നെ കുളിച്ചു കയറണം, അതാ നല്ലത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതെങ്ങളിപ്പോ എവിടാ? ആ വക്കീലിന്റെ കൂടെ തന്നെയാണോ? ചേച്ചി, മറ്റുള്ളവർ പറയുന്നൊന്നും അല്ല സത്യം. ഒരു സ്ഥലത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളോട് ജീവിക്കരുത് തീരുമാനിച്ചു വച്ചിരിക്കുക. എന്നെ ഒഴിവാക്കി എന്റെ കുഞ്ഞുങ്ങളെ അനന്തരം കൊണ്ടുപോകണം. അവരത് സാധിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞുങ്ങളെ അയാൾ കൊണ്ടുപോയിരിക്കുക. കൊച്ചുങ്ങളെ കൊണ്ടുപോയോ? എങ്ങോട്ട്? അനന്തന്റെ തറവാട്ടിലേക്ക്. ആ, ബെസ്റ്റ്. അവന്റെ തറവാട്ടില് വിഷം കൊടുക്കും. നോക്കിക്കോ, അതുങ്ങൾക്ക് വിഷം കൊടുക്കും, ഉറപ്പാ. ഇല്ല ഇല്ല ചേച്ചി, കെ ജി സാർ അതിനൊന്നും സമ്മതിക്കത്തില്ല. കെ ജി സാറ് എന്റെ മക്കളെ കൂടെ കൊണ്ടുവന്ന് നോക്കിയതാ, അനന്തവാ സമ്മതിക്കാത്തത്. എടീ, ആണൊരുത്തം കൂടെ ഉണ്ടല്ലോ നിനക്ക് സപ്പോർട്ടിന്. അയാള് ഭയങ്കര മിടുക്കനാണെന്നാ കേട്ടത്. ഇനി അങ്ങോട്ടങ്ങ് ഒട്ടിക്കോടി, അയാള് നോക്കിക്കോളും. ജീവിക്കാൻ ഈ ലോകത്ത് സ്ഥലമില്ല. അത്രയ്ക്ക് നാണം കെട്ടുപോയടി നീ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതുകൊണ്ട് ജാമ്യം എങ്ങനെയെങ്കിലും വാങ്ങി അങ്ങ് ഇറങ്ങ, എന്റെ കൂടെ നിൽക്ക്. മാനവും അഭിമാനവും വേണ്ടാന്ന് വെച്ചാ പെണ്ണിന് എന്തു വേണേലും ചെയ്യാം. ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് നമ്മൾ രണ്ട് പെണ്ണുങ്ങളും കൂടി അങ്ങ് കേറി ചെല്ലും നിന്റെ തറവാട്ടിലോട്ട്. പിന്നെന്താ നടക്കാൻ പോകുന്നതെന്ന് അപ്പ കാണാം. നോക്കിയിരിക്കുന്നു. പോലീസ് കസ്റ്റഡി ചോദിക്കാൻ സാറിന് വകുപ്പുണ്ടല്ലേ? ഒരിത്തിരി വക്കീലല്ലേ? പോലീസ് കസ്റ്റഡി എങ്ങനെയാ ആവശ്യപ്പെടുന്നത്? തൊണ്ടി മുതൽ കണ്ടെത്താനോ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയതിനാൽ
കൂട്ടുപ്രതികളെ പറ്റി അന്വേഷിക്കാനോ ആണ് പോലീസ് കസ്റ്റഡി. ഇതിലങ്ങനെ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ വക്കീലേ? ഏയ്, ഇവിടെ ചെയ്യാനുള്ളത് ഇതേ കേസ് തിരിച്ചിടുക എന്നുള്ളതാ. അതെനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രിയെയും DGPയെയും സർക്കാർ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണല്ലോ പ്രധാന കേസ്. അതെ, അതെങ്ങനെ സാധിച്ചു? CMനെയും DGPയെയും പോലുള്ള ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് പ്രതിയെന്നും ജാമ്യം അനുവദിച്ചാൽ അത് ഈ കേസിനെ ദുർബലപ്പെടുത്തുമെന്നാണ് കോടതിയിൽ പറയാൻ പോകുന്നത്. ഉം, എന്നാൽ CMO DGPയോ കറപ്റ്റഡ് ആണെന്ന് ധ്വനി വരാതെ നോക്കണം. യെസ്. അപ്പൊ എന്ത് ചെയ്യും? ആ, എന്ത് ചെയ്യും? 2 വക്കീലമാരുണ്ടല്ലോ, ഇത്തിരി വക്കീല് പോട്ടെ. ഇസ്മയിൽ പറ. ആ, അല്ല, അങ്ങനെ വാദിച്ചാൽ മുഖ്യമന്ത്രിയും DGPയും സ്വാധീനത്തിന് വശംവദരാകുന്നവരാണ് എന്നൊരു ഇന്റർപ്രിട്ടേഷൻ വരില്ലേ? ആ, അതാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? അവര് ഒരു പഴയ നടിയാണല്ലോ. കള്ളത്തരങ്ങൾ അഭിനയിച്ച് കാണിക്കാനുള്ള ഇവരുടെ പ്രാപ്തി കോടതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഉം, കോടതി ആൻസി വർഗീസിന് ജാമ്യം അനുവദിക്കാതിരുന്നാ പോരെ? മതി. മതി മതി മതി. സാർ, ആ അങ്ങ് വെച്ചോളൂ.